വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അന്യഭാഷകളിൽ സംസാരിക്കലും ദൈവസാന്നിധ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർ കർത്താവിനെ ആരാധിക്കുകയും പിന്നാലെ ആത്മാവിനാൽ നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു തുറന്ന വെള്ളപ്പൊക്കം പോലെ അവരിലേക്ക് ഒഴുകുന്നു. ആത്മാവിൽ ആനന്ദമുണ്ട്. ലൂക്കോസ് 10:21 പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും ആത്മാവിൽ സന്തോഷിച്ചുവെന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ച ദിവസം കർത്താവിനെ പാടുന്നതും സ്തുതിക്കുന്നതും എനിക്ക് വലിയ സന്തോഷവും അനുഗ്രഹവുമായി മാറി. ഒരിക്കൽ ഞാനൊരു പള്ളി ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവിടെ സഭ ആഴമായ ഭക്തിയോടെ കർത്താവിൻ്റെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കരുണ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് പാടിയിരുന്നു. ഞാൻ അതിൽ പങ്കുചേർന്നപ്പോൾ ഞാൻ പാട്ടിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് കൃപ കാണിച്ച എല്ലാ വഴികളെയും ഓർത്തപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കവിളുകളിലൂടെ സന്തോഷാശ്രുക്കൾ ഒഴുക്കി. തകർന്നതും അനുദപിച്ചതുമായ ഹൃദയത്തോടെ ഞാൻ അന്യഭാഷകളിൽ ഗാനം ആലപിച്ചു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഹൃദയത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ എൻ്റെ വായ് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മുമ്പത്തേക്കാളിലും കൂടുതൽ ദൈവസാന്നിധ്യം എന്നെ നിറച്ചു. ദാവീദ് രാജാവും നൃത്തം ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവിനും അവൻ്റെ സകല ഭവനത്തിനും പകരം എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന് മുൻപാകെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ എന്നെ ഭരണാധികാരിയായി നിയമിച്ചു. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ മുൻപാകെ സംഗീതം വായിക്കും എന്ന്. ഇത് 2 ശമൂവേൽ 6:21 കാണപ്പെടുന്നു. ബൈബിളിൽ കർത്താവ് ആത്മാവിൻ്റെ 9 ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നാം കാണുന്നു. അതിൽ ആദ്യത്തേത് അന്യഭാഷകളുടെ ദാനമാണ്. വിശ്വസിക്കുന്നവരെ പിന്തുടരുന്ന അടയാളങ്ങളിൽ ഇതായി തിരുവെഴുത്ത് പറയുന്നു, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും. ദൈവം നൽകിയ ദാനമനുസരിച്ച് നാം അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്കും അവൻ്റെ ദിവ്യ സാന്നിധ്യത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പോഴാണ് നാം ആത്മാവിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ വിവേകത്തോടെയും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ഞാൻ വിവേകത്തോടെയും പാടും. ഇത് 1 കൊരിന്ത്യർ 14:15 കാണപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഹൃദയം ഒരു നല്ല വിശേഷത്താൽ നിറഞ്ഞിരിക്കുന്നു. രാജാവിനെ കുറിച്ചുള്ള എൻ്റെ രചന ഞാൻ വായിക്കുന്നു. എൻ്റെ നാവ് ഒരുക്കമുള്ള എഴുത്തുകാരൻ്റെ തൂലികയാണ് എന്ന്. ഇത് സങ്കീർത്തനം 45:1 കാണപ്പെടുന്നു. പ്രിയ ദൈവ പൈതലേ, നീ ആത്മാവിനാൽ നിറയുമ്പോഴെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് സന്തോഷിക്കൂ. രാജാതിരാജാവിൻ്റെ മഹത്തരമായ ആർപ്പുവിളി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് സംഖ്യാപുസ്തകം 23:21 കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 28:11-12 വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രമം എന്ന് ഞാൻ അവരോട് അരുളി ചെയ്തു, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 146, 147 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 15 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആമീൻ.